മോളിക്കുട്ടി, ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. താക്കോൽ എവിടെയായിരിക്കും? അതിവിടെ ഉണ്ട് മോളെ. ഗോപാലമ്മാവിന്റെ വീടല്ലേ അമ്മേ? നമ്മുടെ വീട് പോലെ തന്നെ. കേറ്. വാ അമ്മ, വാ. എന്തുപറ്റി അമ്മേ? സുഖല്ലേ? ഒരു ക്ഷീണം പോലെ, സാരമില്ല. അമ്മ തളർന്നു പോയിട്ടൊന്നും കാര്യമില്ല. ഇങ്ങോട്ടടിക്കുന്നവനെ അങ്ങോട്ടും തിരിച്ചടിക്കണം. അല്ലാതെ കൂടുതൽ സമാധാനം കാണിച്ചാലേ അവര് തലേ കയറിയിരുന്ന് നിരങ്ങും. ഞാൻ പോയിട്ടെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഓട്ടോ എടുത്തിട്ട് വരാം. കൃഷ്ണേ, നീ അമ്മ എങ്ങനെങ്കിലും ഒന്ന് സമാധാനിപ്പിക്ക്. ദേ കൃഷ്ണേ, ഇതുവരെ നിങ്ങൾ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നിന്റെ ജീവിതത്തിലെ നിർണായക സമയ. നിന്റെ അച്ഛനെ ചതിച്ചവരുടെ മുമ്പില് നീയും കൂടെ തോറ്റുകൊടുത്താ പിന്നെ ഒരിക്കലും ഒന്നും തിരിച്ചു പിടിക്കാനായിട്ട് നിനക്കോ നിന്റെ അച്ഛനോ ആവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി മോളിക്കുട്ടി. അച്ഛനെ ജയിലിൽ നിന്ന് എങ്ങനെയും ഇറക്കണം. ഇതിനൊക്കെ അച്ഛനെ കൊണ്ട് പകരം ചോദിപ്പിക്കണം. ഇതൊക്കെ തന്നെ എന്റെ മനസ്സിലും. നീ ധൈര്യമായിട്ടിരിക്കടി. ഈ നാട്ടുകാര് മുഴുവനും നമ്മുടെ കൂടെയുണ്ട്. അവരെ ജയിക്കാനുള്ള ശക്തിയൊന്നും മൂർത്തിക്കും സത്യവതിക്കും ഇല്ല. അമ്മ, ഞാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അമ്മേ, എന്നെക്കുറിച്ചല്ല, നിന്നെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നേ. അനിയൻ സാറിൻ്റെ അടുത്തെത്തിയപ്പോൾ നിനക്കിനി ഒരു കുറവും കോട്ടവും ഉണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിച്ചതാ. പക്ഷേ എല്ലാം ഇങ്ങനെയായില്ലേ? കരയാൻ തോന്നണില്ലേ നിനക്ക്? സാരല്ലമ്മേ. ഞാൻ കരഞ്ഞ തോറ്റു പോകുന്നത് അച്ഛനാ. ഞാൻ തളർന്ന ഇല്ലാതാവുന്നത് അച്ഛൻ ഇതുവരെ കൊണ്ടു നടന്ന സത്യവും വിശ്വാസങ്ങളോ. അതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കും. ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ളത് ഞാൻ പറയും. എനിക്കറിയാം നമ്മളിവിടെ താമസം തുടങ്ങുമ്പോൾ എതിർപ്പായിട്ട് അവർ വരുമെന്ന്. വരട്ടെ, അത് നേരിടാൻ തന്നെയാ എൻ്റെ തീരുമാനം. ചതിയിലൂടെ അവർ ജയിച്ചെങ്കിൽ നേരായ മാർഗത്തിലൂടെ അവരെ നമ്മൾ ജയിക്കും. അമ്മ വിശ്വസിക്ക. അമ്മയുടെ മോളുടെ മനസ്സിന് തളർച്ചയൊന്നുമില്ല. ഞാനേ ശ്രീനിവാസന്റെ മോളാ.